നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ ബാലേന്ദ്രനോട് സ്റ്റാൻലി പറഞ്ഞു, അതെ ഞാൻ ആലോചിച്ചുറപ്പിച്ച ഒരു തീരുമാനം പറയാം. ബാലേന്ദ്രൻ പറഞ്ഞു, ശരി ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അതെ പെട്ടെന്ന് തന്നെ വേണം. എസ് ആണെങ്കിൽ ശരി, നോ ആണെങ്കിൽ ശരി. കാരണം ബാലേന്ദ്രൻ അറിയാം, പെട്ടെന്നൊരു നിമിഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആർക്കാണെങ്കിലും ഏറ്റെടുക്കാൻ പറ്റില്ല. കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാണും. അതുകൊണ്ട് ആയിരിക്കും എന്ന് ബാലേന്ദ്രൻ ചിന്തിച്ചു. ഈ സമയത്താണ് അവിടേക്ക് ആൻ്റപ്പൻ വരുന്നത്. ആൻ്റപ്പനെ ഗോവർദ്ധനം പറഞ്ഞു വിട്ടേക്കുന്നതായിരുന്നു. അങ്ങനെ വന്ന ആൻ്റപ്പന് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേനും സ്റ്റാൻലി ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നത് കണ്ടു. സ്റ്റാൻലിയുടെ ആ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ആൻ്റപ്പന് മനസ്സിലായി കളം പന്തിയല്ലെന്നുള്ള കാര്യം. ഒരു പക്ഷേ ഇപ്പം താൻ എന്തെങ്കിലും ചോദിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ തനിക്കിട്ട് പണി കിട്ടുമെന്നുള്ള കാര്യം അറിയാം. അതുകൊണ്ട് ആൻ്റപ്പൻ ഇങ്ങനെ നിന്നു. ആ സമയത്ത് സ്റ്റാൻലി ആകെപ്പാടെ ടെൻഷനോട് കൂടിയിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടോട് കൂടിയിട്ട് വീണ്ടും വീണ്ടും മദ്യമൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട്. അത്രമേൽ ടെൻഷൻ ഉണ്ടെങ്കിൽ മാത്രം സ്റ്റാൻലി അങ്ങനെ കുടിക്കാറുള്ളൂ. അത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഇതെന്തോ പന്തികേടുള്ള വിഷയത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. അതുകൊണ്ട് ഇനിയിപ്പോൾ സൂക്ഷിച്ചിടപെട്ടില്ല ശരിയാവത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും ഒന്നും ചോദിക്കണ്ടെന്ന് കരുതിയിട്ട് ആൻ്റപ്പം പുറത്തേക്ക് ഇറങ്ങി വന്നു. ആ സമയം ഗോവർദ്ധനം ചോദിച്ചു, അല്ല എന്തായി, ഇപ്പോഴെങ്ങാനും ബാലേട്ടൻ ഇറങ്ങി വരുമോ? അതെ ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കാൻ പോയതാ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ചോദിക്കാൻ പറ്റിയില്ല. ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ സെറ്റപ്പ് കണ്ടിട്ട് എനിക്ക് തോന്നിയില്ല അത്ര പന്തിയായെന്ന്. അതുകൊണ്ട് പിന്നെ ഞാൻ അതൊന്നും ചോദിച്ചില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ഗോവർദ്ധനം ചോദിച്ചു, അതെന്താ? അല്ല എന്തോ ഗൗരവേറിയ വിഷയമാണെന്ന് തോന്നുന്നു അവിടെ സംസാരിക്കുന്നത്, അതുകൊണ്ടാന്ന് തോന്നേ. ഒന്നും അതിനെക്കുറിച്ച് ഞാൻ ചോദിക്കാത്തതെന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ? അതറിയില്ല, എനിക്ക് കേണൽ സാബിൻ്റെ മുഖം കണ്ടു കഴിയുമ്പോൾ അറിയാം എന്തോ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നേന്ന്. വെറുതെ ഇനി ഞാൻ പോയി ചീത്ത കേൾക്കണ്ടല്ലെന്ന് കരുതിയിട്ടാ. എന്താണെങ്കിലും ഇപ്പോഴാളിറങ്ങി വരുമെന്നൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുമ്പോഴത്തേനുമാണ് ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ബാലേന്ദ്രൻ വന്ന് ആരപ്പനോടൊക്കെ യാത്ര പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേനും ഗോവർദ്ധനം പറഞ്ഞു, എങ്കിൽ ശരി പിന്നെ കാണാമെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുവാണ്. അങ്ങനെ ബാലേന്ദ്രൻ ചെന്ന് കാറിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഗോവർദ്ധനം കാറെടുത്തു. ഈ സമയത്ത് സ്റ്റാൻലിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. സ്റ്റാൻലി എന്ത് ചെയ്തു, ബാൽക്കണിയിലേക്ക് വന്നു. ബാൽക്കണി വന്ന് നോക്കി കഴിയുമ്പം ഗോവർദ്ധനൻ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നുണ്ടു. സ്റ്റാൻലിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. കാരണം ഇങ്ങനെ ഒരു ട്വിസ്റ്റ് അതൊരിക്കലും ഒരു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. കാറിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും ഗോവർദ്ധനൻ ചോദിച്ചു, അല്ല ബാലേട്ടാ എങ്ങനെയായി? എന്ത്? അല്ല വന്ന കാര്യമൊക്കെ സാധിച്ചോ? അതോ? അതൊക്കെ സാധിച്ചെന്ന് പറഞ്ഞു. സാധിച്ചോ? പിന്നെ അല്ലാതെ നമ്മൾ അവിടുന്ന് ഇവിടം വരെ യാത്ര ചെയ്ത് വന്ന എന്തിനാ? കാര്യങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടിയിട്ടല്ലേ. അതുകൊണ്ട് അതൊക്കെ സാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ട് പോകുമ്പോഴത്തേനും ആൻ്റപ്പം വന്നു സ്റ്റാൻലിയെ നോക്കുവാണ്. സ്റ്റാൻലിയെ വീണ്ടും വീണ്ടും മദ്യം കുടിച്ചുകൊണ്ടിരിക്കുക. ആൻ്റപ്പം വന്നിട്ട് ചോദിച്ചു, അല്ല ഫുഡ് എടുക്കട്ടെ കേണൽ സഭയെന്ന് ചോദിച്ചു. വേണ്ട, ഇപ്പോഴൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ആൻ്റപ്പന് തോന്നി അത്രയ്ക്ക് ഗൗരവേറിയ എന്തോ കാര്യമായിട്ടാണ്. ഈ സമയത്ത് ഗോവർദ്ധനം ബാലേന്ദ്രനോട് ചോദിച്ചു, ബാലേട്ട നമ്മളിനി എങ്ങോട്ടാ? ഇത്ര സമയമായില്ലേ? ഈ സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഹോട്ടലിൽ പോയി റൂം എടുക്കാം, പിന്നെ നാളെ പോകാം. കാരണം ഇന്നിനിയിപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല. ഇത്ര സമയമായില്ലേ, റെസ്റ്റ് എടുത്തിട്ട് വേണ്ടേ പോവാനായിട്ട്. അതുകൊണ്ട് നമുക്ക് റെസ്റ്റൊക്കെ എടുത്തിട്ട് നാളെ പോവാമെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാൻ ഞാൻ വിളിച്ചു പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ബാലേന്ദ്രൻ അലീനയെ വിളിച്ചു. അലീനയെ വിളിച്ചിട്ട് അലീനയോട് കാര്യങ്ങൾ പറയണേ. അതെ ഇന്നിവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല, നാളെ ഞാൻ വരാൻ മോളേന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന ചോദിച്ചു, അച്ഛനത് എവിടാ എന്ന് ചോദിച്ചു. അതെ പറഞ്ഞല്ലോ, ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞപ്പോഴത്തേനും സമയം ഇത്രയും വൈകി, അതുകൊണ്ടാണ് വരാൻ പറ്റാത്തത്. എന്താണെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേനും ഞങ്ങൾ ഹോട്ടലിലെത്തും, അവിടെ എത്തിക്കഴിഞ്ഞിട്ട് വിളിക്കാം. ഇപ്പോൾ ഒരു സ്ഥലം വരെ പോയിരിക്കുമായിരുന്നൊക്കെ പറഞ്ഞു. അല്ല എനിക്ക് മനസ്സിലായി ഗൗരവേറി എന്തോ ഒരു കാര്യമാണ്, അതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞതെന്നുള്ള കാര്യം. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോള് വന്നിട്ട് ചോദിച്ചു, ആരാ അച്ഛനാണോ വിളിച്ചതെന്ന് ചോദിച്ചു. അതെ. അല്ല അച്ഛൻ എന്ത് പറഞ്ഞു? അച്ഛൻ വരുമോ എന്ന്? ഇല്ല നാളെയോ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. നാളെയോ? അതെ. അതെന്താ അങ്ങനെ? അതിപ്പോൾ അച്ഛൻ എന്തോ കാര്യത്തിന് പോയിട്ടുള്ള അല്ലേ, കാര്യം സാധിച്ചു കാണത്തില്ല, അതേന്ന് അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഭാന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണമോളെയും കൂട്ടിക്കൊണ്ട് ബബിതയുടെയും രോഗത്തിൻ്റെ അടുത്തേക്ക് പോയി. പിന്നീട് അവർക്ക് ഫുഡൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. ഈ സമയത്തും അലീനയുടെ മനസ്സിലൊരു ചോദ്യചിഹ്നമുണ്ട്. ഒരുപക്ഷെ അച്ഛൻ തന്നെ എവിടെയെങ്കിലും കൊണ്ട് ആക്കാനായിട്ടാണോ? കാരണം തന്നെ വെറുതെ അങ്ങനെ ഒരിടത്തേക്കും കൊണ്ട് ആക്കില്ലെന്നറിയാം. സേഫായിട്ടൊരു സ്ഥലം വേണം. അച്ഛൻ അതിനെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്ന, ചിലപ്പോൾ അതായിരിക്കും കാരണം എന്ന് അലീനയുടെ മനസ്സിലുണ്ട്. പക്ഷേ കുട്ടികളോട് അതിനെക്കുറിച്ചൊന്നും പറയാൻ പോയില്ല. ഈ സമയത്ത്
വല്ലാത്തൊരു ബുദ്ധിമുട്ട് രേവതിക്കുട്ടിക്കും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും അലീനയും ബബിത എല്ലാവരും ഉണ്ടായിരുന്ന സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ എല്ലാവരും കൂടെ പോയി കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട്, ഒറ്റപ്പെട്ടൊരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒടുവിൽ രേവതിക്കുട്ടി നേരെ മാമച്ചൻ്റെയും ഗ്രേസമ്മയുടെ അടുത്തേക്ക് വന്നു. അങ്ങനെ ഗ്രേസമ്മ ചോദിച്ചു, എന്താ നിൻ്റെ മുഖം എന്താ എന്തോ പോലെ ഇരിക്കുന്നത്, കടന്നൽ കുത്തിയ പോലെ ഇരിക്കുന്നത്? ഒന്നുമില്ല, എനിക്കറിയാം അലീന പോയതിൻ്റെ വിഷമമല്ലേന്ന് ചോദിച്ചു. രേവതിക്കുട്ടി പറഞ്ഞു, അലീന ചേച്ചി എല്ലാവരും ഉണ്ടായിരുന്നപ്പം എന്ത് രസമായിരുന്നു, പക്ഷേ പോയി കഴിഞ്ഞപ്പം വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ. അത് കേട്ടപ്പോൾ ഗ്രേസം പറഞ്ഞു, ഞങ്ങൾക്കും അതുപോലെ തന്നെയാണ്. എല്ലാവരും കൂടി വീട്ടിലുണ്ടായിരുന്ന സമയത്ത് എന്തോ ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരുന്നു. പോയി കഴിഞ്ഞപ്പോൾ വീട് ഉറങ്ങിയതുപോലെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. എല്ലാവർക്കും ഭയങ്കര വിഷമം തന്നെയായിരുന്നു അവർ പോയത്. ഈ സമയത്ത് ബാലേന്ദ്രനും ഗോവർദ്ധനും കൂടെ ഹോട്ടലിലേക്ക് വന്നു. അങ്ങനെ ഹോട്ടലിലേക്ക് വന്ന് കുറച്ച് സമയം കഴിഞ്ഞ് റെസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഗോവർദ്ധനം വന്ന് ബാലേന്ദ്രനോട് ചോദിച്ചു, അല്ല ബാലേട്ടാ, ബാലേട്ടന് പറഞ്ഞല്ലോ ഇവിടെ വന്നു കഴിയുമ്പം എന്തൊക്കെയോ കാര്യങ്ങൾ പറയുമെന്ന്. എന്താ ഏതോ ഭൂതം കുപ്പിയിൽ നിന്ന് ഇറങ്ങുമെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ശരിക്കും സത്യത്തിൽ നമ്മൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? ആദ്യം നമ്മൾ ഗംഗേണ്ണനെ കാണാൻ അങ്ങോട്ടേക്ക് പോയി, അതിനുശേഷം ഇവിടേക്ക് വന്നത്. ശരിക്കും ഈ സ്റ്റാൻലി ജോസഫ് ആരാ? അയാളെ കാണാൻ എന്തിനാ പോയെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അത് പിന്നെ എന്താ ബാലേട്ട, എന്തേലും കാര്യമുണ്ടോയെന്ന് ചോദിച്ചു. ബാലേന്ദ്രൻ പറഞ്ഞു, ആ കാര്യം സ്റ്റാൻലി ജോസഫ് ആരാന്ന് പറയണമെങ്കിൽ അതിനു മുമ്പ് കുറേ കഥകളൊക്കെ പറയേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞു. എന്ത് കഥകൾ അത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിർത്തി. ഈ സമയത്ത് ഗോവർദ്ധനം പറഞ്ഞു, എനിക്കറിയാം നിസാര കാര്യമൊന്നുമല്ല ബാലേട്ടൻ പോയി അയാളോട് സംസാരിച്ചേ. കാരണം അയാളുടെ ആ സെർവൻറ്റ് പറഞ്ഞു എന്തോ ഗൗരവമേറിയ കാര്യമാണ്. അത്ര ഗൗരവമേറിയ കാര്യമായതുകൊണ്ട് ബാലേട്ടൻ ഇത്ര താമസിച്ചെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എന്താ ഏതാന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ ബാലേട്ടന് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ബാലേട്ടൻ പറയണ്ട. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, ബുദ്ധിമുട്ടോ? എന്ത് ബുദ്ധിമുട്ട്? മുമ്പ് നീ എന്നോട് ചോദിച്ചില്ലേ അലീന ബാലേട്ടൻ്റെ മോളല്ലെങ്കിൽ പിന്നെ ആരുടെ മോളാന്ന് എന്നോട് ചോദിച്ചില്ലായിരുന്നോ? അപ്പം ഞാൻ അതിന് ഉത്തരം പറഞ്ഞില്ല. പിന്നെ ഇവിടേക്ക് പോരുമ്പോൾ എന്തിനാ എങ്ങോട്ടാ പോണേന്നൊക്കെ ചോദിച്ചു. അതിന് ഞാൻ പറഞ്ഞൊന്നുമില്ല ഉത്തരം. പക്ഷേ ഇവിടേക്ക് ഞാൻ വന്നത് ആരെ കാണാനറിയാവോ? അലീനയുടെ അച്ഛനെ കാണാനാ. അലീനയുടെ അച്ഛനെയോ? അലീനയ്ക്ക് അച്ഛനും അമ്മയൊക്കെ ഉണ്ടോ? അത് കേട്ടിഞ്ഞപ്പം ബാലേന്ദ്രൻ പറഞ്ഞു, അതെങ്ങനെയാ ബാലേട്ടൻ അറിയാവുന്നേ? അതെ, ഇപ്പം നമ്മൾ വന്ന് കണ്ടില്ലേ സ്റ്റാൻലി ജോസഫ്, അതാണ് അലീനയുടെ അച്ഛൻ എന്ന് പറഞ്ഞു. അലീനയുടെ അച്ഛനോ? അതെ, അലീനയുടെ അച്ഛന്. അതെങ്ങനെ ബാലേട്ടൻ? ഒന്നും എനിക്കങ്ങ് മനസ്സിലാവുന്നില്ലോ എന്ന് പറഞ്ഞു. അതെ, അതിനു മുമ്പൊരു കഥയുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ഗോവർദ്ധൻ ചോദിച്ചു, അല്ല എന്താ ബാലേട്ടാ? ബാലേട്ടൻ എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. അതെ, മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇനി അത് മറച്ചു വെച്ചിട്ടും കാര്യമില്ല. കുറച്ച് പേർക്ക് അറിയാവുന്ന കാര്യങ്ങളത്. ഇനി അതുകൊണ്ട് ഞാൻ മറക്കണില്ല എന്ന് പറഞ്ഞു. അലീനയുടെ അച്ഛൻ സ്റ്റാൻലി ജോസഫ്. അമ്മ ആരാ നിനക്കറിയണോ? അമ്മ വൈജയന്തി, അതായത് എൻ്റെ ഭാര്യയായിരുന്ന വൈജയന്തി എന്ന് പറഞ്ഞു. ഒരു നിമിഷം ഗോവർദ്ധന് കേട്ടത് വിശ്വസിക്കാൻ പറ്റിയില്ല. വല്ലാത്തൊരവസ്ഥയായിപ്പോയി. കേട്ടത് സത്യമാണോ മിഥ്യയാണോ എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ പെട്ട് നിൽക്കുവാണ് ഗോവർദ്ധന്. അങ്ങനെ ഗോവർദ്ധനും ആ സത്യങ്ങളൊക്കെ അറിയണം. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.